ഹായ് നമസ്കാരം. എല്ലാവർക്കും വലിയ പറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്നുള്ളത് എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് കുഴുവേലിപ്പടിയിലാണ്. 5 സെൻറ്റ് സ്ഥലത്ത് 2600 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച വളരെ മനോഹരമായിട്ടുള്ളൊരു വീട്. 4 ബെഡ്റൂമുകളാണ് ഈ വീടിന് വരുന്നത്. ഒരു തിയേറ്റർ റൂമും അടങ്ങുന്നതാണ് ഈ വീട്. പൂർണ്ണമായും ഒരു കണ്ടംപററി ഡിസൈനിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. മെയിൻ ബസ് റൂട്ടിലേക്ക് ഏകദേശം വരുന്ന ദൂരം ഒരു 250 മീറ്റർ മാത്രമാണ്. പൂർണ്ണമായും കണ്ടംപററി ഡിസൈനിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു ഭാഗത്ത് ഗ്രില്ല് വർക്കുകൾ കാണാം. സെൻട്രൽ ഭാഗത്ത് വലിയൊരു ജനൽ വരുന്നു. അപ്പുറത്ത് വരുമ്പോൾ ഒരു ബോക്സ് ടൈപ്പ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അവിടെ ടെറാക്കോട്ട ടൈലുകളുടെ ഡിസൈൻ ടെക്സ്ചർ വർക്കിൽ കൊടുത്തിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റിങ്ങും കൊടുത്തിരിക്കുന്നതായി കാണാം. മതിലാണ് മറ്റൊരു അട്രാക്റ്റീവായിട്ടുള്ള ഭാഗം. മതിലിലേക്ക് വരുമ്പോൾ ഗ്രീവ് ഡിസൈനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് പ്രൊഫൈൽ ലൈറ്റിങ്ങും വളരെ മികച്ച രീതിയിൽ കൊടുത്തിരിക്കുന്നതായി കാണാം. ഇവിടെ ആയിട്ടാണ് ഗേറ്റ് വരുന്നത്. സ്ലൈഡിങ് ഗേറ്റാണ് വരുന്നത്. വീടിന് പുറത്തുകൂടി സ്ലൈഡ് ചെയ്യത്തക്ക രീതിയിലാണ് ഗേറ്റിൻ്റെ നിർമ്മാണം. അതുപോലെ തന്നെ ഈ ഭാഗത്ത് നമുക്കൊരു ഫോൾഡിങ് ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. കയറി വരുന്നത് വിശാലമായിട്ടുള്ള മുറ്റത്തേക്കാണ്. നേരെ നോക്കുമ്പോൾ തന്നെ കാർ പോർച്ചാണ്. വലിയൊരു കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഈ കാർ പോർച്ച് നമുക്ക് അവൈലബിൾ ആകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഭിത്തിയിലേക്ക് നോക്കിയാൽ അറിയാം ടെറാക്കോട്ട ടൈലുകളുടെ ഡിസൈൻ ടെക്സ്ചർ വർക്ക് ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാം പ്ലാന്റർ കൊടുത്തിട്ടുണ്ട്, ചെടിച്ചട്ടികൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ടെറാക്കോട്ട ടൈലുകളുടെ ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വീടിന് ചുറ്റും അത്യാവശ്യം നടക്കുന്നതിനാവശ്യമായിട്ടുള്ള സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഭാഗത്തേക്ക് നോക്കിയാൽ അറിയാം അത്യാവശ്യം ഒരു സ്പേസ് നമുക്കിവിടെ ലഭ്യമായിട്ടുണ്ട്. അവിടെ ഇൻ്റർലോക്കിംഗ് ബ്രിക്സ് നൽകിയിരിക്കുന്നു. 2 വാഹനങ്ങൾ നമുക്കിവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഈ ഭാഗത്ത് നമുക്കൊരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് കൊടുത്തിരിക്കുന്നത്. കിഴക്കോട്ട് ദർശനമായിട്ടാണ് ഈ വീട് നൽകിയിരിക്കുന്നത്. ഇവിടെയാണ് കിണർ വരുന്നത്. കിണറിൻ്റെ ഒരു ഭാഗം ഡി ഷേപ്പിലാണ് കിണർ നൽകിയിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു ഫൗണ്ടൻ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പുറകിലേക്ക് നോക്കിയാൽ നമുക്ക് അവിടെ കിണറും കാണാം. മതിലിൻ്റെ ഭാഗമായിട്ടൊരു വെർട്ടിക്കൽ ഗാർഡൻ ഡിസൈനും നമുക്കിവിടെ കൊടുത്തിരിക്കുന്നതായി കാണാം. ഇങ്ങോട്ട് വന്നതിൽ ഇവിടെ ഒരു പ്ലാന്റർ ബോക്സ് നൽകിയിരിക്കുന്നു. ഇവിടെ കലാത്തിയ പ്ലാന്റുകളൊക്കെ നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു ജനൽ കൊടുത്തിരിക്കുന്നു. ഇതാണ് സിറ്റ് ഔട്ട്. സിറ്റ് ഔട്ടിലേക്ക് വരുമ്പോൾ വിശാലമായിട്ടുള്ളത് തന്നെയാണ് സിറ്റ് ഔട്ട്. ഇവിടെ പ്ലാന്റർ ബോക്സ് കാണാം. ഇവിടെ ധാരാളം ചെടികൾ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഷൂ റാക്ക് കൊടുത്തിരിക്കുന്നു. നമുക്കിവിടെ ഇരിക്കാനുള്ള ഒരു സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു വലിയ മോഡേൺ ഡിസൈനുള്ള ജനൽ കൊടുത്തിരിക്കുന്നു. മെയിൻ ഡോർ നോക്കാം. 2 പാളികളായിട്ടാണ് മെയിൻ ഡോർ നൽകിയിരിക്കുന്നത്. തേക്കൂട്ടിൻ്റെ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ വുഡൻ ഹാൻഡിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കയറി വരുന്നത് ലിവിങ് ഏരിയയിലേക്കാണ്. ഡബിൾ ഹൈറ്റിലാണ് ലിവിങ് ഏരിയ ഒരുക്കിയിരിക്കുന്നത്. ഈ ഭാഗത്ത് നമുക്ക് സിമെൻറ്റ് ടെക്സ്ചർ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു വാൾ ലൈറ്റ് കൊടുത്തിരിക്കുന്നു. ഇവിടെ 2 വശത്തും ജനലുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്താണ് TV യൂണിറ്റ് വരുന്നത്. ലൂവർ ഡിസൈനുകളാണ് കൂടുതലും വരുന്നത്. 2 ഡിഫറെൻറ്റ് കളറിലുള്ള ലൂവർ ഡിസൈൻ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്റ്റോറേജ് സ്പേസ് വരുന്നു. ഇവിടെ എല്ലാം ലൈറ്റിങ്ങും കൊടുത്തിരിക്കുന്നു. ലിവിങ് സ്പേസിലേക്ക് നിന്ന് പോകുന്നത് നേരെ ഡൈനിങ് ഏരിയയിലേക്കാണ്. ഇതാണ് ഡൈനിങ് ഏരിയ. വളരെ അട്രാക്റ്റീവായിട്ടുള്ള രീതിയിലാണ് ഈ ഡൈനിങ് സ്പേസ് ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ എല്ലാം ഹാങ്ങിങ് ലൈറ്റുകൾ കാണാം. അതുപോലെ ഫാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് നോക്കിയാൽ വാഷ് കൗണ്ടർ നൽകിയിരിക്കുന്നത് ഇവിടെയാണ്. ഒരു സെറയുടെ ബ്ലാക്ക് കളറിലുള്ള വാഷ് ബേസിൻ ഇവിടെ നൽകിയിട്ടുണ്ട്. ഒരു പില്ലർ ടാപ്പ്, അതുപോലെ തന്നെ ഒരു LED ലൈറ്റ് വരുന്ന മിറർ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഒരു ടവൽ റോഡും ഇവിടെ എല്ലാം ലൂവർ പാറ്റേൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഭിത്തിയിലും ലൂവർ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ DB ബോക്സാണ്. അത് മറക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഡിസൈൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ചെറിയൊരു കോർട്ട്യാർഡ് സ്പേസ് നമുക്ക് ഈ ഡൈനിങ് ഏരിയയിൽ നിന്ന് അവൈലബിൾ ആണ്. ഇതാണ് ആ ഏരിയ. ഒന്ന് നോക്കിയാൽ കാണാം. അവിടെ മോട്ടറും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു വാട്ടർ ഫൗണ്ടനും അവിടെ ഒരുക്കിയിരിക്കുന്നു. ഇനി കിച്ചൺ നോക്കാം നമുക്ക്. ഇതാണ് കിച്ചണിലേക്ക് വരുമ്പോൾ ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൺ വരുന്നത്. ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ കൊടുത്തിരിക്കുന്നതായി കാണാം. അതുപോലെ തന്നെ 2 മനോഹരമായിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ക്യൂരിയോ ഷെൽഫുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഷട്ടർ ഡിസൈനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഉയർത്താവുന്ന രീതിയിലുള്ള ഷട്ടർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ചെറിയ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ
ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജ് വെക്കാനുള്ള ഓപ്ഷൻ വരുന്നത് ഇവിടെയാണ്. ഈ വീടിൻ്റെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഭാഗം, എനിക്കിഷ്ടപ്പെട്ട ഭാഗം ഈ കാണുന്ന കിച്ചണാണ്. വളരെ വിശാലമായിട്ടുള്ളത് തന്നെയാണ് കിച്ചൺ. ഇവിടെ എല്ലാം കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ടിൻറ്റഡ് ഗ്ലാസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. വാഷ് ബേസിൻ വരുന്നത് ഇവിടെയാണ്. ഒരുപാട് ഫങ്ഷൻസ് ഉള്ള വാഷ് ബേസിനാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. ഇവിടെ കിച്ചൺ വിൻഡോ വരുന്നുണ്ട്. അതുപോലെ തന്നെ വർക്ക് ഏരിയ ഇവിടെയാണ് വരുന്നത്. ഒരു ഐലൻഡ് ടൈപ്പ് കിച്ചണാണ് ഇത് നൽകിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, ഇവിടെ സ്റ്റൗ കൊടുത്തിട്ടുണ്ട്. ഫുഡും ഹോമും എല്ലാമായിട്ട് ഭംഗിയിൽ തന്നെ ഇവിടെ നൽകിയിട്ടുണ്ട്. വർക്ക് ഏരിയയുടെ ഒരു ചെറിയ ഭാഗം നമുക്കിവിടെ കാണാം. ഇവിടെ ഒരു സിങ്ക് കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു 3 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു വർക്ക് ഏരിയ സ്പേസ് പുറത്തുകൂടി നമുക്ക് അവൈലബിളാണ്. ഈ ഏരിയ ഫുള്ളായിട്ട് കവർ ചെയ്തിരിക്കുകയാണ്. അവിടെ പോളികാർബണേറ്റ് ഷീറ്റ് ഉപയോഗിച്ചിട്ട് കവർ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ ഏരിയ നമുക്ക് പൂർണ്ണമായും ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. 2 ബെഡ്റൂമുകളാണ് ഇനി താഴത്തെ നിലയിൽ നമുക്ക് അവൈലബിൾ ആകുന്നത്. ഇനി നമ്മൾ പോകുന്നത് താഴത്തെ നിലയിലെ ബെഡ്റൂമുകളിലേക്കാണ്. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകളാണ് നമുക്ക് ഈ വീടിനുള്ളത്. ആദ്യത്തെ ബെഡ്റൂം വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. ബെഡ്റൂമിൻ്റെ ഡോറാണിത്. നമുക്ക് വീടിൻ്റെ ബെഡ്റൂമിൻ്റെ അകത്തേക്ക് വരാം. അകത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു 3 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബേ വിൻഡോ കൺസെപ്റ്റിലാണ് ഇവിടെ വിൻഡോ നൽകിയിരിക്കുന്നത്. ചുറ്റും കബോർഡുകൾ നൽകിയിട്ടുണ്ട്. ഇവിടെ ലൈറ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ഒരുപാട് കബോർഡുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇതെല്ലാം കബോർഡുകളാണ്. ഇതെല്ലാം സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ കബോർഡ് കൊടുത്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. അവിടെ പ്രൊഫൈൽ ലൈറ്റിംഗ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ ആയിട്ടാണ് ബാത്റൂം വരുന്നത്. ബാത്റൂമിൻ്റെ ഡോറ് ഫൈബർ ഡോറാണ്. വെറ്റും ഡ്രൈയുമായിട്ട് ഈ ബാത്റൂമിനെ തിരിച്ചിട്ടുണ്ട്. ഇവിടെ ഗ്ലാസ് പാർട്ടീഷൻ നൽകിയിരിക്കുന്നു. ഇവിടെ ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് ഷവർ വരുന്നത്. വാട്ടർ ഹീറ്ററെല്ലാം നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നതായി കാണാം. അതുപോലെ തന്നെ ഈ ഭാഗത്ത് ക്ലോസറ്റ് കയറി വരുമ്പോൾ വാഷ് ബേസിനും വാനിറ്റി കൗണ്ടറും എല്ലാം കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് ഇനി പോകേണ്ടത്. അത് വരുന്നത് ഈ ഭാഗത്താണ്. ലിവിങ് സ്പേസിനോട് ചേർന്ന് തന്നെയാണ് രണ്ടാമത്തെ ബെഡ്റൂമിലേക്കുള്ള ഡോർ വരുന്നത്. അതാണ് ഇവിടെ. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. നേരത്തെ കണ്ട ബെഡ്റൂം പോലെ തന്നെ, പക്ഷേ ബേ വിൻഡോ അല്ല ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു 3 പാളി വിൻഡോ. ഇവിടെ വലിയ വാർഡ്രോബ്, സ്ലൈഡിങ് വാർഡ്രോബാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സ്ലൈഡിങ് വാർഡ്രോബുകളുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തുറക്കുമ്പോൾ ആ സ്പേസ് പോകുന്നില്ല. അപ്പോൾ നമുക്ക് ധാരാളം സ്പേസ് യൂട്ടിലൈസേഷൻ നടക്കും. മാത്രമല്ല ഇവിടെയാണ് ബാത്റൂം വരുന്നത്. ഇത് നേരത്തെ കണ്ട ബാത്റൂം പോലെ തന്നെ വെറ്റും ഡ്രൈയുമായിട്ട് ഇവിടെ തിരിച്ചിട്ടുണ്ട്. ഒരു നല്ല അട്രാക്റ്റീവായിട്ടുള്ള രീതിയിലാണ് ഈ വാഷ്റൂം ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ 2 ബെഡ്റൂമും ബാത്റൂമും കണ്ടു കഴിഞ്ഞു. മുകളിലത്തെ നിലയിലേക്കാണ് ഇനി നമുക്ക് പോകേണ്ടത്. ഇനി മുകളിലത്തെ നിലയിലേക്കാണ് നമ്മൾ പോകുന്നത്. സ്റ്റെപ്പുകൾ നമ്മൾ ധാരാളം കാണാത്ത രീതിയിലുള്ള സ്റ്റെപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. പ്രൊഫൈൽ ലൈറ്റിംഗ് കൊടുത്തിട്ട് അതെല്ലാം ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള സ്റ്റെപ്പുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഡെക്കറേറ്റീവ് ഐറ്റം വെക്കാവുന്ന രീതിയിലുള്ള സ്പേസുകളും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ഇവിടെ ഹാൻഡ് റെയിൽ ഇങ്ങനെ ഈ ഭിത്തിയോട് ചേർന്ന് തന്നെ കൊടുത്തിട്ടുണ്ട്. കയറി വരുമ്പോൾ വലിയൊരു ജനൽ ഇവിടെ കൊടുത്തിരിക്കുന്നു. നമുക്ക് കയറി വരുമ്പോൾ സ്റ്റെപ്പിൻ്റെ ആ ഭാഗത്തായിട്ട് വലിയൊരു ജനൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു ഷാൻലിയർ കൊടുത്തിരിക്കുന്നു. അപ്പർ ലിവിങ് സ്പേസിലാണ് ഇപ്പോൾ ഞാനുള്ളത്. ഇവിടെ നമുക്കൊരു വർക്കിംഗ് ടേബിളോ TV യൂണിറ്റോ എന്തൊക്കെയാണെന്ന് വേണമെങ്കിൽ അത് പറയാം. ഇവിടെ കുറച്ച് സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ എല്ലാം പ്രൊഫൈൽ ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. 2 ഫാൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ഇവിടെ നമുക്കൊരു കോർട്ട്യാർഡ് സ്പേസ് പോലെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. നമുക്ക് തൽക്കാലം ഇവിടേക്ക് ഇറങ്ങി നിൽക്കാം. പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മുകളിലെ ടെറസിലേക്ക് പോകാനുള്ള സ്പേസാണ്. അതുകൂടി ഒന്ന് വയ്ക്കും. മുകളിൽ 2 ബെഡ്റൂമുകളുണ്ട്. ഇവിടെ ഒരു ബെഡ്റൂമും അവിടെ ഒരു ബെഡ്റൂമും. രണ്ടും നേരത്തെ താഴത്തെ നിലയിൽ കണ്ട ബെഡ്റൂമിൻ്റെ എക്സാക്റ്റ് മുകളിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ സ്പേസ് സെയിം തന്നെയാണ്. പക്ഷേ ബെഡ്റൂമിൻ്റെ ഡിസൈൻ അല്പം വ്യത്യാസമുണ്ട്. ഇവിടെ നമുക്ക് ഒരു ബേ വിൻഡോ നൽകിയിരിക്കുന്നു. ഇവിടെ 4 പാളി ജനലാണ് വരുന്നത്. വലിയ വാർഡ്രോബ് താഴെയും മുകളിലും ഒക്കെ ആയിട്ട് നിൽക്കത്തക്ക രീതിയിലുള്ള വലിയ വാർഡ്രോബ്. ഇവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ വരുന്നുണ്ട്. ബാത്റൂം ഇവിടെ ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തില്ല എന്ന് മാത്രമാണ് ഒരു വ്യത്യാസം. ടൈലുകൾക്ക് ചില വ്യത്യാസമുണ്ട്. ബാക്കിയെല്ലാം സെയിം തന്നെയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ പോകുന്നത് 4ാമത്തെ ബെഡ്റൂമിലേക്കാണ്. അത് കഴിഞ്ഞ് ഒരു തിയേറ്റർ റൂം കൂടി നമുക്ക് കാണാനുണ്ട്. ഇവിടെയാണ് 4ാമത്തെ ബെഡ്റൂമിലേക്കുള്ള ഡോറ് വരുന്നത്. ഇവിടെ ഒരു ജനൽ മാത്രമാണ് നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ പ്രൊഫൈൽ ലൈറ്റിംഗ് താഴേക്ക് വരുന്നുണ്ട്. ഇവിടെ ആ സ്ലൈഡിങ് വാർഡ്രോബ്
പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. പിന്നെ ഒരു ഡ്രസ്സിങ് ഏരിയ നേരത്തെ കണ്ട ബെഡ്റൂമിൽ ഉണ്ടായിരുന്നു, അതുപോലെ ഇവിടെയും ഒരു ഡ്രസ്സിങ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഈ ബാത്റൂം മറ്റു ബാത്റൂമുകളെ അപേക്ഷിച്ച് കുറച്ചുകൂടി വലിപ്പം കൂടുതലുള്ള ബാത്റൂമാണ്. വേറെ പ്രത്യേകതകളൊന്നും തന്നെ ഇല്ല. നല്ല ഭംഗിയിൽ ചെയ്തിരിക്കുന്ന ഒരു ബാത്റൂം. ഇനി നമുക്കൊരു തിയേറ്റർ റൂം കൂടി ഇവിടെ അവൈലബിൾ ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ആ തിയേറ്റർ റൂമിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെയാണ് അതിൻ്റെ വലിയ ബിഗ് സ്ക്രീൻ വരുന്നത്. സൗണ്ട് പ്രൂഫാണിത്. ഇവിടെ അതിൻ്റെ പ്രൊജക്ടറുകൾ കൊടുത്തിരിക്കുന്നു. ഇവിടെ ഇരിക്കാനുള്ള സീറ്റുകളും എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയിൽ നൽകിയിരിക്കുന്ന ഒരു തിയേറ്റർ റൂമാണ് ഇത്. ഇനി ഈ വീടിൻ്റെ ബാൽക്കണി കൂടി മാത്രമാണ് നമുക്ക് കാണേണ്ടത്. ആ ബാൽക്കണിയിലേക്കുള്ള ഡോറാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇനി ബാൽക്കണി കൂടിയാണ് നമുക്ക് കാണാനുള്ളത്. ബാൽക്കണിയിലേക്കുള്ള ഡോറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ബാൽക്കണി തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്. പോളികാർബൺ ഷീറ്റാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. സ്ക്വയർ ട്യൂബ് ഉപയോഗിച്ച് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ബാക്കിലായിട്ട് ടെറാക്കോട്ട ടൈലുകളുടെ ഡിസൈൻ കാണാം. പാരപ്പറ്റ് വരുന്നത് സ്ക്വയർ ട്യൂബിലാണ്. ഇവിടെയും സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈൻ വർക്ക് ചെയ്തിട്ടുണ്ട്. 5 സെൻറ്റ് സ്ഥലത്ത് 2600 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച 4 ബെഡ്റൂമുകളും ഒരു തിയേറ്റർ റൂമും അടങ്ങുന്ന മനോഹരമായിട്ടുള്ളൊരു വീടാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാം. കിഴക്കോട്ടാണ് ഈ വീടിൻ്റെ ദർശനം വരുന്നത്. കിണർ വെള്ളം അവൈലബിൾ ആണ്. അതുപോലെ തന്നെ KWA വാട്ടർ കണക്ഷനും നമുക്കിവിടെ ലഭ്യമാകുന്നുണ്ട്. അപ്പോൾ നല്ല ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് നിർമ്മിച്ച ഈ വീടിൻ്റെ വില ചോദിക്കുന്നത് 1,42,00,000 രൂപയാണ്. പക്ഷേ നെഗോഷ്യബിളാണ്. ഈ വീട് കാണാനും ഈ വീടിനെ കുറിച്ച് കൂടുതൽ അറിയാനുമായിട്ട് ഞങ്ങളുടെ നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം.